പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനമാണ് കഴിഞ്ഞ ദിവസം അവസാനിച്ചത്. വർഷകാലത്ത് മഴയുണ്ടാവുന്നുള്ളത് സാധാരണ പതിവുള്ളതാണ്. മഴക്കാലത്ത് പലതും ഒലിച്ചു പോകും. പക്ഷേ പാർലമെൻറ്റ് സമ്മേളനങ്ങൾ മഴയിൽ ഒലിച്ചു പോകുന്നത് ചരിത്രത്തിലാദ്യമായിട്ടാണ്. കാരണം ഇത്തവണത്തെ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സമ്മേളനം പൂർണ്ണമായിട്ടും മഴയിൽ ഒലിച്ചുപോയി, അല്ലെങ്കിൽ പ്രക്ഷോഭത്തിൽ ഒലിച്ചുപോയി എന്നും പറയാം. ഒരു തരത്തിലുള്ള പ്രവർത്തനവും ജോലിയും ഈ സഭയ്ക്ക് നടത്താൻ കഴിഞ്ഞില്ല. സഭയിൽ പ്രതിപക്ഷത്തിൻ്റെ അതിശക്തമായിട്ടുള്ള മുന്നേറ്റത്തിന് മുമ്പിൽ പരിഭ്രാന്തരാകുന്ന ഒരു ഭരണകക്ഷിയാണ് ഇത്തവണ ഇന്ത്യ കണ്ടത്. ഇത് 12 വർഷം ഭരിച്ച നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ ഒരുപക്ഷേ നരേന്ദ്രമോദി ഇന്ന് വരെ കാണാത്ത തരത്തിലുള്ള ഒരു വലിയ ജനകീയ പ്രതിരോധം ഉയർന്നു വരുന്നതിൻ്റെ കൃത്യമായിട്ടുള്ള സൂചനയാണ് പാർലമെൻറ്റിന് പുറത്തും പാർലമെൻറ്റിന് അകത്തും ഇത്തവണ കണ്ടത്. പാർലമെൻറ്റിന് പുറത്ത് ഈ സമ്മേളനത്തിൻ്റെ ആദ്യ സമയങ്ങളിൽ വിദ്യാർത്ഥികളുടെ അതിശക്തമായിട്ടുള്ള ഇരമ്പുന്ന പ്രക്ഷോഭമായിരുന്നു. ജന്തർ മന്ദറിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ വന്ന് തടിച്ചുകൂടി. സർവകലാശാല പരീക്ഷകൾ, നീറ്റ് പരീക്ഷ പോലുള്ള പ്രധാനപ്പെട്ട കേന്ദ്ര സർക്കാർ നടക്കുന്ന പരീക്ഷകളിൽ നടക്കുന്ന തട്ടിപ്പുകൾക്കെതിരായിട്ടാണ് ആ കുട്ടികൾ സമരരംഗത്തിറങ്ങിയത്. പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് പകരം അവരെ അടിച്ചമർത്താനാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ തയ്യാറായത്. അമിത്ഷാ തന്നെയാണ് അതിന് നേതൃത്വം നൽകിയത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഈ സഭയിൽ വന്ന് നിങ്ങൾ ഇതിന് മറുപടി പറയണം എന്ന് രാഹുൽ ഗാന്ധിയും മറ്റു പ്രതിപക്ഷ നേതാക്കളും പറഞ്ഞപ്പോഴും അമിത്ഷാ പ്രദേശത്തേക്കേ പോയില്ല. അദ്ദേഹം പൂർണ്ണമായിട്ടും മുങ്ങി. സഭയുടെ മുമ്പിൽ അദ്ദേഹം ഹാജരായതേയില്ല. എന്തുകൊണ്ട് അദ്ദേഹം ഹാജരായില്ല? കാരണം കേന്ദ്രം ഭരിക്കുന്ന പ്രദേശമാണ്, അതായത് കേന്ദ്രത്തിൻ്റെ ഭരണമാണ് ഡൽഹി പോലീസിൽ നടക്കുന്നത്. കേന്ദ്രത്തിൽ ഡൽഹിയിൽ ഒരു സംസ്ഥാന സർക്കാർ ഉണ്ടെങ്കിൽ പോലും ഡൽഹി പോലീസിനെ നിയന്ത്രിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്, കേന്ദ്ര ആഭ്യന്തര വകുപ്പാണ്. ഈ കുട്ടികളുടെ നേരെ നടത്തിയ കടന്നാക്രമണം ഒരു വിദേശ ശത്രുക്കൾക്കെതിരായിട്ട് നടത്തുന്ന കടന്നാക്രമണത്തിന് തുല്യമായിട്ടുള്ള ആക്രമണമാണ് അവർ നടത്തിയത്. നൂറുകണക്കിന് യുവതീ യുവാക്കളെയാണ് അവർ ഇഞ്ചിഞ്ചായി തല്ലിക്കൊല്ലാൻ ശ്രമിച്ചത്. അപ്പോൾ അത് രാജ്യത്തെങ്ങും ഉണ്ടാക്കിയ നടുക്കം, ഞെട്ടൽ അതിഭയാനകമായിരുന്നു. അപ്പം അതുകൊണ്ട് അതിന് മറുപടി പറയണം എന്ന് പാർലമെൻറ്റിനും അകത്തും പുറത്തും ആളുകൾ ആവശ്യപ്പെട്ടപ്പോഴേ ആഭ്യന്തരമന്ത്രി പൂർണ്ണമായിട്ടും തല മണ്ണിൽ ഒളിപ്പിച്ച് ഒട്ടകപ്പക്ഷി പൂഴിയിൽ തല താഴ്ത്തുന്ന മാതിരി തല താഴ്ത്തി രക്ഷപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മൊട്ടത്തലയിൽ എന്ത് സംഭവിച്ചു നമുക്കറിയില്ല. എന്തായാലും ശരി, സഭയുടെ അവസാന ദിവസം അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കി, ഞാൻ ഒന്ന് സംസാരിക്കാം, ഒരു ദിവസം മുഴുവൻ ചർച്ച നടക്കട്ടെ, ഞാൻ മറുപടി തരും. രാഹുൽ ഗാന്ധി നിങ്ങളുടെ പ്രസംഗം കേൾക്കാനല്ല നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്, നിങ്ങൾ പ്രസംഗം വെട്ടി പറഞ്ഞാൽ മതി. ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് ആദ്യം മാപ്പ് പറയണം, ഈ സംഭവിച്ച കാര്യങ്ങൾക്ക് മാപ്പ് പറയണം. ആഭ്യന്തരമന്ത്രി മാത്രം മാപ്പ് പറഞ്ഞാൽ പോരാ, പ്രധാനമന്ത്രിയും മാപ്പ് പറയണം. അങ്ങനെ ഒരു കാരണവശാലും തങ്ങൾക്ക് പിന്നോട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷം നിന്നത്. പ്രതിപക്ഷത്തിൻ്റെ മുമ്പിൽ ഭരണകക്ഷം മുട്ടുമടക്കുന്ന ഒരു അവസ്ഥയാണ് ഇത്തവണയുണ്ടായത്. സാധാരണ പ്രതിപക്ഷമാണ് വലിയ ബഹളക്കാരായിട്ടുള്ളത്. ഇത്തവണയും പ്രതിപക്ഷം ബഹളം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ഭരണപക്ഷവും ബഹളപക്ഷമായി മാറി എന്ന വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. പ്രതിപക്ഷ നേതാക്കളുടെ നേരെ അനാവശ്യമായിട്ടുള്ള പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ, ആരോപണങ്ങൾ, വ്യക്തിഗതമായ ആക്ഷേപങ്ങൾ, ഇതൊക്കെയാണ് അവർ നടത്തിയത്. ചില ആക്ഷേപങ്ങളുടെ കാര്യത്തിൽ സഭാ നായകന്മാരും BJPയുടെ JP നദ്ദ അടക്കമുള്ള പ്രമുഖരായ നേതാക്കളും പോലും തങ്ങളുടെ വിയോജിപ്പും എതിർപ്പും പ്രകടിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള ഒരു അംഗത്തെ ലുങ്കിവാല എന്നൊരു BJP അംഗം വിശേഷിപ്പിച്ചതിനെപ്പറ്റി BJPയുടെ മലയാളിയായ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എന്നത് പമ്പര വിഡ്ഢികൾ മാത്രമാണ് ഇതൊക്കെ പറയുന്ന ആളുകൾ എന്ന് പറയേണ്ടി വന്നു. ഇതാണ് അവസ്ഥ. ഏതായാലും ഈ സഭാ സമ്മേളനം ചൂണ്ടിക്കാണിക്കുന്നൊരു കാര്യം, നമുക്ക് മനസ്സിലാക്കി തരുന്നൊരു കാര്യം, ഇന്ത്യയിൽ പ്രതിപക്ഷ ശക്തികൾ കൂടുതൽ ശക്തമായിട്ടുള്ള ഐക്യനിര കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ്. ജനങ്ങളുടെ മുമ്പിലുള്ള അതിശക്തമായ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവർക്കിടയിലുള്ള ഐക്യം കൂടുതൽ ശക്തിപ്പെട്ടു വരികയാണ്. ഇത് BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുതിയ സഖ്യകക്ഷികളെ ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യവും വികസിപ്പിക്കുന്നുണ്ട്. BJP രാഷ്ട്രീയമായിട്ട് ഒറ്റപ്പെടുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് പോകുന്നു എന്നതിൻ്റെ പല തെളിവുകളിലൊന്ന് അവരിത്തവണ കാര്യമായിട്ട് മുന്നോട്ട് വയ്ക്കാൻ ശ്രമിച്ച 2 ബില്ലുകൾ, അതിലൊന്ന് FCRA ബില്ലാണ്, ഫോറിൻ കോൺട്രിബ്യൂഷൻസ് റെസ്ട്രിക്ഷൻസിൻ്റെ റെഗുലേഷൻസ് ബില്ല്, വിദേശത്ത് നിന്ന് വരുന്ന സംഭാവനകളെ നിയന്ത്രിക്കുന്ന ബില്ല്.
ഇത് ഇന്ത്യയിലെ വലിയ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട പ്രത്യേകിച്ചും ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് വലിയ ഉത്കണ്ഠയുണ്ടാക്കിയിട്ടുണ്ട്. കാരണം അവരുടെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഈ സ്ഥാപനങ്ങൾ പൂർവ്വകാല പ്രാബല്യത്തോടുകൂടി പിടിച്ചെടുക്കും എന്ന മട്ടിലൊക്കെയുള്ള വകുപ്പുകളാണ് ആ ബില്ലുണ്ടായത്. സ്വാഭാവികമായിട്ടും അവർ വലിയ ഉത്കണ്ഠ പ്രകടിപ്പിച്ചു. ആ ബില്ല് പാസ്സാക്കാനുള്ള തന്ത്രങ്ങൾ വന്നപ്പോൾ വലിയ പ്രശ്നമാവും എന്ന് കണ്ടപ്പോൾ, എതിർപ്പ് അതിരൂക്ഷമാണ് എന്ന് വന്നപ്പോൾ തൽക്കാലം സർക്കാർ പിൻവാങ്ങി. അത് ജോയിൻറ്റ് കമ്മിറ്റിക്ക് വിടുകയുണ്ടായി, ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് വിടുകയുണ്ടായിരിക്കുന്നത്. അതായത് ഈ സഭയിലൂടെ തങ്ങളുടെ അമിതമായിട്ടുള്ള അധികാരം ഈ ബില്ലിലൂടെ കൊണ്ടുവരാനുള്ള നീക്കം തൽക്കാലമെങ്കിലും ഉപേക്ഷിക്കാൻ BJP തയ്യാറാവേണ്ടി വന്നു എന്നുള്ളതാണ്. ജനങ്ങളുടെ ശക്തമായ എതിർപ്പ്, പ്രതിപക്ഷത്തിൻ്റെ എതിർപ്പ് ആണ് അതിന് കാരണമായത്. രണ്ടാമത്തത് ഡീലിമിറ്റേഷൻ ബില്ല്. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സംഖ്യ ഇരട്ടിയാക്കാനുള്ള, മെമ്പർമാരുടെ സംഖ്യ ഇരട്ടിയാക്കാനും ആ ഇരട്ടിയിൽ ഒരു 30% സ്ത്രീകൾക്ക് സംവരണം കൊടുക്കാനുമുള്ള ഒരു ബില്ല് എന്ന മട്ടിലാണ് അവർ അവതരിപ്പിച്ചത്. സത്യത്തിൽ ഇരട്ടിയാക്കാതെ തന്നെ സ്ത്രീകൾക്ക് സംവരണം കൊടുക്കാം. സ്ത്രീകൾക്ക് സംവരണം കൊടുക്കണമെങ്കിൽ ഇപ്പോഴുള്ള 540-ലേറെയുള്ള അംഗങ്ങളിൽ തന്നെ ആ സംവരണം കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അതുപകരം സംഖ്യ ഇരട്ടിയാക്കിയിട്ട് സംവരണം കൊടുക്കാം എന്ന ഒരു ഡീലിമിറ്റേഷൻ ബില്ലാണ് അവർ അവതരിപ്പിക്കാൻ കൊണ്ടുവന്നത്. അതും ശക്തമായിട്ടുള്ള എതിർപ്പ് നേരിടേണ്ടി വന്നു. കാരണം വിവിധ സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ചും തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, ജനസംഖ്യയിൽ കുറവ് വന്നുകൊണ്ടിരിക്കുന്ന, ജനസംഖ്യാപരമായിട്ടുള്ള നിയന്ത്രണം കൂടുതൽ ശക്തമായിട്ട് ഫലപ്രദമായിട്ട് വികസിപ്പിച്ചിട്ടുള്ള ദക്ഷിണേന്ത്യയിലെ സംസ്ഥാനങ്ങളും ഹിമാചൽ പോലെയുള്ള പല സംസ്ഥാനങ്ങളും യഥാർത്ഥത്തിൽ ഈ പുതിയ ഡീലിമിറ്റേഷൻ വരുമ്പോൾ, പുതിയ അതിർത്തി പുനർനിർണയം വരുമ്പോൾ തങ്ങളുടെ സീറ്റുകൾ നഷ്ടപ്പെടും എന്ന ഭീതിയിലാണുള്ളത്. അതിന് വസ്തുതാപരമായിട്ടുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ അങ്ങ് നടപ്പിലാക്കി കളയാം, ഇതിങ്ങനെ ഏകപക്ഷീയമായി പാസ്സാക്കി കളയാം എന്നതിനുള്ള ഒരു അജണ്ടയുമായിട്ട് വന്നാൽ അതിന് പിന്തുണ കിട്ടുകയില്ല എന്നവർക്ക് ബോധ്യമായി. കാരണം ഭരണഘടനാ ഭേദഗതിയാണ്, 2/3 സഭയുടെ 2/3 പിന്തുണ വേണം. അത് തൽക്കാലം നേടിയെടുക്കാനുള്ള ശേഷി ഇന്ന് BJPക്കില്ല എന്ന് ബോധ്യമായപ്പോൾ അവർ ആ ബില്ലും മാറ്റിവെക്കേണ്ടി വന്നു. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ബില്ലുകൾ പലതും മാറ്റിവെച്ചുകൊണ്ട് തങ്ങളുടെ ഭരണരംഗത്തുണ്ടായ മുന്നേറ്റുള്ള പഴയ കുതിച്ചുചാട്ടം അവസാനിപ്പിച്ചുകൊണ്ട് കുറേ കൂടി കരുതലോടുകൂടി പ്രവർത്തിക്കേണ്ട ഒരവസ്ഥ, കുറേ കൂടി ജനങ്ങളുടെ മുമ്പിൽ തലതാഴ്ത്തി നിൽക്കേണ്ട ഒരവസ്ഥ ഈ സർക്കാർ ഇന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം BJPയും BJPയുടെ ഭരണവും അതിൻ്റെ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് എന്നുള്ളതാണ്. ഒരുപക്ഷെ BJPയുടെ ഈ പ്രതിസന്ധി, സർക്കാരിൻ്റെ ഈ പ്രതിസന്ധി രാജ്യത്ത് ഒരു പുതിയ രാഷ്ട്രീയ ഉണർവിനുള്ള കാരണമായേക്കും എന്നുകൂടി നമുക്ക് പ്രതീക്ഷിക്കാൻ സാധ്യതയുണ്ട്.